കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അതിനുശേഷം ശ്രീ സുരേഷ് ബാബുലേക്ക് പോകണം, ജയസൂര്യയിലേക്ക് പോകണം. അതിനുമുമ്പ് ശ്രീ വസന്ത്, ഇപ്പോൾ ഈ 19 ദിവസമാണ് കേരളത്തിൽ. നമുക്കറിയാം രാഹുൽ വയനാട് വന്ന് മത്സരിച്ചതിൻ്റെ എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി തുടരെ ഈ നെഹ്റു കുടുംബത്തിന് ഓരോരുത്തർ ഈ കേരളം തട്ടകമാക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കാരണം അങ്ങോട്ട് ഇനി ഇപ്പോൾ റായ്ബേരിയിലൊക്കെ സ്ഥിതി എന്താണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. അത്തരത്തിലേക്കൊരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു യാത്ര എന്ത് ഫലം ചെയ്യും? ശ്രീ വസന്ത്, നിങ്ങളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാന 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ആരെങ്കിലും അതിനെ എതിർക്കുന്നുണ്ടോ? ഇല്ല. ഒരു രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരാൾക്ക് ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അദ്ദേഹത്തിന് കേരളത്തിൽ മത്സരിക്കാം, ജമ്മു കാശ്മീരിൽ മത്സരിക്കാം, അദ്ദേഹത്തിന് തെലുങ്കാനയിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ മത്സരിക്കാം. അതിനെയൊക്കെ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കാനില്ലാത്ത രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. 2, നെഹ്റു കുടുംബത്തെ പറ്റി നിങ്ങൾ അങ്ങനെ വലിയ വിഷമത്തോടു കൂടി ഒന്നും സംസാരിക്കണ്ട കേട്ടോ. ഈ രാജ്യത്തിന് വേണ്ടി വിഘടനവാദികളുടെ വെടിയുണ്ട അടിവയറ്റിലേക്ക് ഏറ്റുവാങ്ങി രക്തസാക്ഷിയായ ഇന്ദിരാഗാന്ധിയുടെ കുടുംബമാണ്. ഈ രാജ്യത്തിന് വേണ്ടി ഈ രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്ന ശ്രീപെരുമ്പത്തൂരിൽ ചിന്നിച്ചിതറി ഭസ്മമാക്കപ്പെട്ട രാജീവ് ഗാന്ധിയുടെ കുടുംബമാണ്. അത്ര വിഷമത്തോടു കൂടി, അത്ര പുച്ഛത്തോടു കൂടി ഒന്നും അങ്ങനെ ഒരിക്കലും പുച്ഛിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും പുച്ഛിക്കല്ല ചെയ്തത്. ഈ അമേഠിയിൽ മത്സരിക്കുന്നു, ഈ വയനാട് മത്സരിക്കുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്റെ പ്രധാനമന്ത്രിയല്ല, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അതുകൂടി ഓർക്കണം. ഞാൻ പറയുന്നത് അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ ഈ 19 ദിവസം ഇവിടെ കിടന്ന് കറങ്ങുന്നതിന്റെ എന്താണ് ഇതിന്റെ ഒരു മോട്ടോ? എന്താണ് ഈ യാത്ര മുന്നോട്ട് വെക്കുന്നതിന് മോട്ടീവ് എന്താണ്? അത് പറയും. ലാലി വിൻസെന്റ് തന്നെ പറഞ്ഞല്ലോ, കേരളമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എംപിമാരെ സംഭാവന ചെയ്തത്. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളോട്, രാഹുൽ ഗാന്ധിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നും ചേർത്ത് പിടിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് കൂടുതൽ രാഷ്ട്രീയം സംസാരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോകൂ. പിന്നെ എനിക്ക് ചില പോയിന്റുകൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങ് സമയം തരുമെന്ന് തീർച്ചയായും പറയും. ശ്രീ എനിക്ക് മുമ്പ് സംസാരിച്ച രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞത് 75 വയസ്സുകാരനായ ആളും ഈ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. 10 or 25 വയസ്സുണ്ടായിരുന്ന പാനലിസ്റ്റ്, ചാനൽ ചർച്ചയിൽ കടന്നു വരുന്ന ആൾ ഈ പാർട്ടി വിട്ടുപോകുന്നു. നിങ്ങൾ ഈ യാത്രയിലേക്ക് കണ്ണ് സൂക്ഷ്മതയോടുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 75 വയസ്സ് കഴിഞ്ഞ ദിഗ്വിജയ് സിംഗ് കാശ്മീരം തൊട്ട് കന്യാകുമാരി വരെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുക. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 10% മാത്രം കാഴ്ചയുള്ള മൈക്കിൾ, തിരുവനന്തപുരംകാരൻ മൈക്കിൾ, 25 വയസ്സിൽ കൂടുതൽ പ്രായമില്ല, 10% മാത്രം കണ്ണിന് കാഴ്ചയുള്ള മൈക്കിൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം നയിക്കുക. 64 വയസ്സ് കഴിഞ്ഞ തെലുങ്കാനക്കാരൻ ഉസയ്യ രാഹുൽ ഗാന്ധിയുടെ തോളോട് തോൾ ചേർന്ന് നടക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ ജാഥയുടെ, ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്, രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഒന്നാകുന്ന ചുവടുകളെ, അതായത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യനെന്നോ, നിങ്ങൾ നേരത്തെ സംസാരിച്ച ശ്രീ ജയസൂര്യൻ, അദ്ദേഹം എന്റെ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ളവർക്ക് BJP ജയിക്കുന്നു. ഇത് തന്നെയാണ് BJPയുടെ സ്ട്രാറ്റജി. ഇത് തന്നെയാണ് BJPയെ ഞങ്ങൾ എതിർക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയപരമായ അടിത്തറ തന്നെ ഈ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ അവന്റെ കഴുത്തിലെ കൊന്തയുടെ പൂണൂലിന്റെയോ അല്ലെങ്കിൽ നെറ്റിയിലെ ചന്ദനക്കുറിയുടെ നിസ്കാര തരമ്പിന്റെയോ എല്ലാവരെയും സമഭാവനയോടെ കാണുന്നതാണ് അവകാശവാദം അല്ലേ? കന്യാകുമാരി എല്ലാവരെയും സമഭാവനയോടെ കാണുന്നു, അതല്ലേ അവകാശവാദം? തീർച്ചയായും. കന്യാകുമാരിയിൽ എന്തായിരുന്നു നിലപാട്? അത് വളരെ കൃത്യമായ രാഷ്ട്രീയമല്ലേ? കന്യാകുമാരിയിൽ എന്തായിരുന്നു നിലപാട്? കന്യാകുമാരിയിലെ ഭാരത് ജോഡോ യാത്രയുടെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലിസ്റ്റാണ്. ഇതൊക്കെ ഈ സെക്യുലറിസം ഒക്കെ ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷെ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, എന്താണ് നിങ്ങൾ ഇപ്പോൾ മൈക്കിൾ വന്നു, അല്ലെങ്കിൽ വന്ധ്യവയോധികരായ ആളുകൾ വന്നു, ഒക്കെ സമ്മതിക്കുന്നു. തീർച്ചയായും നമുക്ക് ഒരു എന്താ പറയുക, ഒരു പുതിയ കാഴ്ച കാണാൻ എന്തായാലും വലിയ രീതിയിൽ ആഗ്രഹമുണ്ടാവും, ആളുകൾ വരും, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്ന ഒന്ന് മാത്രമാണ്. ഈ യാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടെയുള്ളവർക്ക് പോലും സാധിക്കുന്നില്ല. പോയി 8 പേര് ഗോവയിൽ. അല്ലല്ലോ, അതിന് എനിക്ക് ഉത്തരം പറഞ്ഞു പോകാമല്ലോ. പിന്നെ ഈ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ മൈക്കിൾ. ഈ പാർട്ടിയുടെ പേരിൽ ഒരു മക്കളുടെ അഡ്മിഷന് വേണ്ടി പോലും ഒരുപക്ഷെ ഒരു ഫോൺ കോൾ പോലും കിട്ടിയിട്ടില്ലായിരിക്കും ഈ തെലുങ്കാനക്കാരൻ ഉസയ്യയ്ക്ക്. ഈ പാർട്ടിയുടെ പേരിൽ നാളത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മാവെടുത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരുടെ ഒപ്പം പോസ്റ്റർ ഒട്ടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധാ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ അനേകായിരം
ഇതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ പി എം സുരേഷ് ബാബു നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഇരിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഒഴിവാക്കി അദ്ദേഹം നാട്ടുകാരനും കൂടി. എനിക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയാം. ഈ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം രാപകൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് പാർട്ടി വിടേണ്ടി വന്നു. തീർച്ചയായും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്താ ചെറുതാണോ? അതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ട് ഈ പാർട്ടി രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ശ്രീ രാഹുൽ ഗാന്ധി ഇതാ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ നടക്കാൻ ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് കുത്തിയിട്ട് നടന്നു പോകുന്ന യുദാസ്മാർ അവർ പോകട്ടെന്നേ, അവര് പോകട്ടെന്ന് തന്നെ ഞങ്ങളുടെ നിലപാട്. അങ്ങനെയുള്ളവർ എത്ര തവണ ഇങ്ങനെ കാത്തിരിക്കും? പോകട്ടെ, ഗുലാം നബി ആസാദ് പോട്ടെ, അതിനെന്താ? എന്തോരം പദവികൾ കിട്ടിയതാ, പോകട്ടെ, പോട്ടെ. ഇനി അടുത്തത് കപിൽ സിബൽ പോകട്ടെ, പോകട്ടെ. ഇത് ഇങ്ങനെ പറഞ്ഞു ഇതാ 8 പേര് പോയി. ഇതിന്റെ ഒരു ഗൗരവങ്ങൾ മനസ്സിലാക്കണം. ഗോവ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് അല്ല, ആ നേതൃസ്ഥാനം പോയി. ഇത് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ 8-9 വർഷമായി കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ല. ഇത് നിസ്സാരമാണോ? അപ്പൊ ഈ അർത്ഥത്തിൽ അങ്ങ് പോട്ടെ, എല്ലാവരും പോട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും പുച്ഛത്തോടെ ആരോടും കാണാറില്ല. അത് എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. ശ്രീ പി എം സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതറിയാം. ഒരാളെ പുച്ഛിക്കാറുമില്ല. ഞാൻ നെഹ്റു കുടുംബം ഇവിടെ വരിയായി ഇവിടെ വന്ന് മത്സരിക്കേണ്ട ഗതികേടിലേക്ക് പാർട്ടി മാറുമെന്നൊരു ചോദ്യം. അതായത് ഇപ്പം അങ്ങ് തന്നെ അവകാശപ്പെട്ടു 19 MP കേരളത്തിലാണ്. അതുകൊണ്ട് ഇവിടെ പാർട്ടിക്ക് ഭയങ്കര ശക്തിയാണ്. എന്തുകൊണ്ട് 2 തവണ അധികാരം പോയില്ലേ? സംസ്ഥാനത്ത് എന്തുകൊണ്ട് അധികാരം പിടിക്കാൻ പറ്റാത്ത? അതൊരു ചോദ്യമല്ലേ? ഈ 19 MP ഇനി ഉണ്ടാകില്ല എന്ന ഭയം കൊണ്ടാണോ ഈ 19 ദിവസവും ഇവിടെ കിടന്ന് ഇങ്ങനെ ചുറ്റിത്തിരിയെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? കർണാടക നേരത്തെ ഞാൻ ചോദിച്ച ശ്രീമതി ലാലി വിൽസനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ശ്രീ വസന്ത് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങ് പറയുന്നു വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്, സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്, BJPയുടെ രാഷ്ട്രീയമാണ്, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയമാണ്, അമിത്ഷായുടെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ പോകാത്ത? ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വിമർശനം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു UP ഞങ്ങൾ 5 ദിവസം പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശ് പോകുന്നില്ല? എന്തുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല? രാഷ്ട്രീയമാണ് ലക്ഷ്യമെങ്കിൽ അങ്ങോട്ടേക്കല്ലേ പോകേണ്ടത്? പുലിയുടെ മടയിൽ പോയിട്ടല്ലേ പ്രതികരിക്കേണ്ടത്? അല്ലാതെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പുലിയെ നോക്കി കൂവി വിളിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങേക്ക് കൃത്യമായ ഉത്തരം ഞാൻ പറയാം. അങ്ങ് ഇടപെടാതെ എന്റെ ഉത്തരത്തിനുള്ള അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും എനിക്ക് പി എം സുരേഷ് ബാബുവിലേക്ക് പോകണം. ഓക്കെ, അങ്ങ് പറഞ്ഞു ഗുലാം നബി ആസാദ്, കാശ്മീരിക്കാരനായിരുന്ന ഗുലാം നബി ആസാദിനെ ഇങ്ങ് കേരളത്തിലിരുന്ന് ജനൻ ടിവിയുടെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള അങ്ങേക്ക് വരെ സുപരിചിതനാക്കി മാറ്റിക്കൊടുത്തത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ച മാവെടുത്ത് പോസ്റ്റർ ഒട്ടിച്ച ഈ പാർട്ടിയുടെ ജനലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരാ. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഗോവയിലെ MLA-മാർ അവർക്ക് സുഖലോലുപതയിൽ സുഖിച്ച് വാണ് ശീതീകരിച്ച മുറികളിൽ ഇരുന്ന് സുഖലോലുപതയിൽ ഇരുന്നു കൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതാ ഈ തിരുവനന്തപുരത്തുകാരൻ മൈക്കിളിനെ പോലുള്ളവരാ, ഈ തെലുങ്കാനക്കാരൻ ഉസയെ പോലുള്ളവരാ, അവരെ പോലുള്ളവർ ഈ ഇടപെടുന്നതിൽ ദയവായി ക്ഷമിക്കുക. ഇങ്ങനെ തന്നെയാണ് ശ്രീ പി എം സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ഗുലാം നബി ആസാദ് ഉൾപ്പെടെ നേതാക്കന്മാർ വളർന്നു വന്നത്. ഇവര് ഒന്ന് മുന്നോട്ട് വന്ന് പി എം സുരേഷ് ബാബു വരൂ, നാളെ തന്നെ അങ്ങേ ഞാൻ KPCC പ്രസിഡന്റ് ആക്കാം, അല്ലെങ്കിൽ KPCC ജനറൽ സെക്രട്ടറി ആക്കാം എന്നല്ല. ഇവരെ പോലുള്ള നേതാക്കന്മാർ, ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കന്മാർ കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ചതിന്റെ ഫലമാണ് ഓരോ ചുമതലകൾ ഇവർക്കൊക്കെ ലഭിക്കുന്നത്. അവരാണ് പാർട്ടിയിൽ നിന്ന് വിഷമത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നത്. അതിന് ഉത്തരവാദി ആരെന്നുള്ള ചോദ്യം. ഞാൻ ഒരു നിമിഷം ശ്രീ വസന്ത് വരാം. ശ്രീ പി എം സുരേഷ് ബാബു മറുപടി. അല്ല, ഇതിനകത്ത് ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഇല്ലാതാക്കാൻ അവർ പറഞ്ഞു നടത്തുന്ന പ്രചരണം നടത്തുന്നത് ഇത്തരം വെറുപ്പോടുകൂടിയ ചാനൽ പ്രതികരണങ്ങളിലൂടെയാണെങ്കിൽ ആരാണ് അത് വിശ്വസിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. ഞാനിതിനകത്ത് വളരെ കൂളായി ഇതിനെ കാണാൻ ഞാൻ പ്രിയപ്പെട്ട വസന്ത്, ഞാൻ അങ്ങ് സംസാരിക്കുമ്പോൾ ഒന്നും ഞാൻ ഇടപെട്ടിട്ടുമില്ല, അതിൻ്റെ രീതിയുമല്ല. പിന്നെ നമ്മളിപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, കോൺഗ്രസ് എവിടെ നിന്നാണ് തെറ്റുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് എവിടെ നിന്നാണ് പെശക് വരുന്നത്? ഇപ്പോൾ എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു 19 MP കേരളത്തിൽ നിന്ന് അയച്ചു. അതിൽ 15 പേര് കോൺഗ്രസിൻ്റെതാണ്, ബാക്കി 4 പേര്
വേറെ 2 പാർട്ടികളിൽ 3 പാർട്ടികളിൽ നിന്നുള്ളവരാണ്. ഈ പറഞ്ഞ 15 പേരാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അധികം കോൺഗ്രസ് എം പിമാരുള്ളത്. 15-ൽ കൂടുതൽ എം പിമാരുള്ള മറ്റൊരു സംസ്ഥാനവും ഇല്ല. പക്ഷേ ഏക എം പിയായ അധീർ രഞ്ജൻ ചൗധരി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഏക എം പിയാണ്. അദ്ദേഹത്തെയാണ് പാർലമെന്ററി പാർട്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി കക്ഷിയുടെ നേതാവായി നിശ്ചയിച്ചത്. തെരഞ്ഞെടുപ്പിലൂടെയല്ല, നിശ്ചയമാണ്. ഒരു 15 പേരെ തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ മഹാമനസ്കത കാണിക്കാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിനകത്തുണ്ടാകുന്നുവെങ്കിൽ അതിനർത്ഥം സ്വാർത്ഥതയുടേതാണ്. കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നവരുടെ സ്വാർത്ഥതയല്ല, അവർക്കല്ല സ്വാർത്ഥത. ഈ പാർട്ടി തൻ്റെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കൈപ്പിടിയിൽ ഒതുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ എനിക്ക് വളരെ ആദരവുള്ള ബഹുമാനപ്പെട്ട പല നേതാക്കന്മാരും ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ടോ? കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ നേതൃത്വത്തിലുണ്ടോ? AK ആന്റണി സമാദരണീയനായൊരു നേതാവാണ്, എനിക്ക് ആദരവുള്ള നേതാവാണ്. വയലാർ രവി സമാദരണീയനും ഞാൻ വളരെ ബഹുമാനിക്കുന്ന നേതാവാണ്. വയലാർ രവിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് മാറ്റാം. AK ആന്റണി എവിടെ? അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി ഒരു മാലയിട്ട് സ്വീകരിച്ച് വന്നിരിക്കുന്നു. ഞാൻ ഇത് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കുക. കോൺഗ്രസ് ഒരു കൂട്ടായ്മയല്ല. കോൺഗ്രസിനകത്ത് ഇപ്പോൾ വിഭാഗീയതയാണ് പാർട്ടിക്കകത്തുള്ളത്. കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്ത് എല്ലാവരെയും ഒരുമിച്ച് പിടിച്ച് കൊണ്ടുവന്ന് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് യാതൊരു തരത്തിലും ബാധ്യതയില്ലാത്ത തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകത്തിലും യാത്ര ചെയ്ത് സമയം മെനക്കെടുത്തുന്നതിന് പകരം UP-യിലും ബീഹാറിലും ഒറീസയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും യാത്ര ചെയ്ത് നിങ്ങളിൽ ഇവിടെ നിൽക്കുന്ന വിഭാഗീയത, നിങ്ങളിൽ ഇവിടെ നിലകൊള്ളുന്ന കോർപ്പറേറ്റ് മുതലാളിത്വം, നിങ്ങളിൽ ഇവിടെ നിൽക്കുന്ന രാജ്യദ്രോഹം, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമല്ലാത്ത മതവിദ്വേഷം, ഇത് അവസാനിപ്പിക്കാൻ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു. കോൺഗ്രസ്, നിങ്ങൾ ഞങ്ങളെ തിരികെ എടുക്കണം, തിരികെ സ്വീകരിക്കണം എന്ന് പറയുന്നതിന് പകരം ഇതേ ചിന്തയോട് ഒത്തുനിൽക്കുന്ന തമിഴ്നാട്, ഇതേ ചിന്തയോട് ഒത്തുനിൽക്കുന്ന കേരളം, ഇതേ ചിന്തയോട് ഒത്തു നിന്നുകൊണ്ടിരുന്ന കർണാടകത്തിൽ എപ്പോൾ എന്നോട് പറയും അവിടെ BJP ഭരിക്കുന്നതെന്ന് പറയും. BJP ഭരിക്കുന്നത് മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിലല്ല. കോൺഗ്രസ്സുകാരും ജനതാദളുകാരും അവര് ജയിപ്പിച്ച MLA-മാരെ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. അത് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിന്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് വലുതാകണം. BJP-യും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവരിലും കറക്ഷൻ ഉണ്ടാക്കാൻ, അവരിലും തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പാർലമെന്റിനകത്തും അസംബ്ലിക്കകത്തും പുറത്തും ശക്തിയുള്ള ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കോൺഗ്രസ് വലുതാകണം. കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയണം. അവരോട് ഇങ്ങോട്ട് ചാടിക്കളിച്ചിട്ട് നിൽക്കുന്നതാണെങ്കിൽ തഥൈവ ഞങ്ങളുടെയൊക്കെ ജീവിത ദിശയിൽ കോൺഗ്രസിന്റെ റിവൈവൽ ഉണ്ടാകും എന്ന് കാണാൻ ആഗ്രഹിക്കാതെ പാർട്ടിക്ക് മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ ശ്രീ PM സുരേഷ് ബാബു, നേതൃത്വത്തിനും കൂടി തോന്നണ്ടേ? ഇപ്പൊ അങ്ങ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. 99% ഈ അവസ്ഥയിൽ എത്തിച്ച ആള് ആണ് ഈ യാത്ര നയിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് ഒരു തോന്നലുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂരിലേക്ക് പോകണം, ശ്രീ ലാലി വിൻസെന്റിലേക്ക് പോകണം. ശ്രീ വസന്തിന്റെ മറുപടിയും കേൾക്കണം. ഒരു ചെറിയ ഇടവേള പെട്ടെന്ന് തിരിച്ചത്. ശ്രീ ജയസൂര്യൻ, ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി കന്യാകുമാരിയിൽ ഓടിയെത്തിയിട്ടുണ്ട്. വാളയാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു, ഈ കേരളത്തിലൂടെ 19 ദിവസം പോവുമല്ലേ, ഒരുമിച്ച് ഇവർ വാളുയർത്തിയ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ കാണാം. പിണറായി വിജയനും രാഹുലും ഒക്കെ ഈ കൈപ്പത്തിയും അരിവാൾ ചുറ്റിയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ വാളയാറിനപ്പുറമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തിയവരാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് 19 ദിവസം രാഹുൽ ഇതിലൂടെ നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? പകരം അദ്ദേഹം നേരെ യൂറോപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ഞാനും വളരെ ചിന്തിച്ച ഒരു കാര്യമാണ് ശ്യാം. എന്തായാലും കേരളത്തിന്റെ അതിർത്തി കടന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോ ആദ്യം മാലയിട്ട് സ്വീകരിക്കേണ്ടത് പിണറായി വിജയൻ ആയിരുന്നു, അതല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. കാരണം ഇവിടെ സുരേഷ് ബാബു സംസാരിക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചാ സംസാരിക്കുന്നത് നോക്കൂ.
അദ്ദേഹം CPM-യുമായിട്ട് നാളെ ഒന്നിച്ചു പോകേണ്ടതാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചാ സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ അവർക്ക് കോൺഗ്രസിന് സംസാരിക്കാൻ പറ്റില്ല, CPM-നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, CPM-ന് തിരിച്ച് കോൺഗ്രസിനോട് 4 ചോദ്യം ചോദിക്കാനും പറ്റില്ല. കാരണം കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ഒരൊറ്റ മുന്നണിയായിട്ട് നിൽക്കുന്ന ഒരൊറ്റ പോസ്റ്ററിൽ കൈപ്പത്തിയും അരിവാൾ ചുറ്റിയ നക്ഷത്രവും പ്രിന്റ് ചെയ്യുന്ന ആ സംവിധാനം, ആ മുന്നണി നിലനിൽക്കുമ്പോൾ കേരളത്തിനകത്ത് ഇത്രയും സമയം ചിലവഴിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ പലരും പറയുന്നത് കേട്ടു ഇവിടെ തന്നെ ഈ ചർച്ചയില് BJP ഭയപ്പെടുന്നു. BJPക്ക് ഈ കോൺഗ്രസിനെ എന്ത് ഭയപ്പെടാനാ? എവിടെ ഭയപ്പെടാൻ? ഏത് സംസ്ഥാനത്ത് ഭയപ്പെടാനാ? ആകെപ്പാടെ 2 അക്കം തികച്ച് MP-മാരെ കിട്ടിയത് ഈ കേരളത്തിൽ മാത്രമാണ്. അത് 15 പേരാണ്. അത് കേരളത്തിന്റെ സമവാക്യങ്ങളെ പഴയ കാലം മുതൽ തന്നെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് അങ്ങനെയുള്ള ചില സംവിധാനങ്ങളിൽ ചേർത്ത് നിർത്തിയതിന്റെ ഫലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പരിപൂർണമായിട്ടും ജാതിവൽക്കരിച്ച് മതവൽക്കരിച്ച് അതിനെ കൂട്ടിച്ചേർത്ത് മുന്നണി ഉണ്ടാക്കി അങ്ങനെ അധികാരം പിടിച്ചിരിക്കുന്ന ആ UDF സംവിധാനത്തെ അതേപടി കോപ്പി ചെയ്തപ്പോൾ പിണറായി വിജയന് അതിനേക്കാൾ വലിയ നേട്ടം ഇപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നല്ലാതെ എന്ത് രാഷ്ട്രീയമാ കേരളത്തിലുള്ളത്? അപ്പോൾ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ മര്യാദ CPM കാണിക്കേണ്ടതായിരുന്നു. ഇനിയും കാണിക്കാൻ സമയമുണ്ട്. ഇനിയുണ്ട് 2 ആഴ്ചക്കാലം രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. ഇനിയെങ്കിലും CPM പോയിട്ടൊന്ന് സ്വീകരിക്കുകയും നന്ദി പറയുകയും പിന്തുണ കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. കാരണം ഈ ചാർജ് വേണമല്ലോ, അങ്ങേ അറ്റം വരെ ചെല്ലാനുള്ള ചാർജ് വേണമല്ലോ. അത് ചാർജ് ചെയ്യാൻ ആകെ CPM മാത്രമേ ഉള്ളൂ കോൺഗ്രസിന്റെ കൂടെ. ബാക്കി കക്ഷികളൊക്കെ തന്നെ വിട്ടുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം പാർട്ടി തന്നെ അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നേതാക്കന്മാർ ഓരോ ദിവസവും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ CPM ഇപ്പോൾ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ വഞ്ചനയാണ്. അതൊരു ശരിയായ രാഷ്ട്രീയ നയമല്ല. കേരളത്തിന് പുറത്ത് ഒരൊറ്റ മുന്നണിയായി നിൽക്കുമ്പോൾ കേരളത്തിനകത്ത് എന്തുകൊണ്ട് ആ ഒരു ഐക്യം കാണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിന്റെയും ചുമതലയാണ്, CPM-ന്റെയും ചുമതലയാണ്. ഈ 2 കൂട്ടരും അത് വ്യക്തമാക്കേണ്ട കാര്യം. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് 2 ആകുന്നു, കേരളത്തിന് പുറത്ത് എന്തുകൊണ്ട് 1 ആകുന്നു? കേരള സമൂഹം ചർച്ച ചെയ്യും, ഈ വിഷയം ചർച്ച ചെയ്യും. അതുകൊണ്ട് 19 ദിവസം ഇവിടെ ചുറ്റിക്കറങ്ങട്ടെ. ആ 19 ദിവസം ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ കേരള സമൂഹത്തിന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം ലഭിക്കും. ഈ മുന്നണിയെയും പാർട്ടിയെയും തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഇത് മാറുകയും ചെയ്യും. യെസ്, പെട്ടെന്ന് തിരിച്ചെത്താം. ദയവായി ക്ഷമിക്കുക, എനിക്ക് ഒരു ഇടവേള കൂടി അടിയന്തരമായി വേണം. പെട്ടെന്ന് തിരിച്ചെത്താം. വസന്തിലേക്ക് വരാതിന് മുമ്പ് ശ്രീമതി ലാലി വിൻസെന്റ്, ഇപ്പം നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകണം, സമയക്കുറവുണ്ട്. അതുകൊണ്ട് പോയിന്റ് ഒന്ന് പെട്ടെന്ന് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ഇത് തന്നെയായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യം? മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യും, അൺമ്യൂട്ട് ചെയ്യും. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കോൺഗ്രസ് ശക്ത ഭാരതം. BJP കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ജനത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് പറയണം, കോൺഗ്രസ് ശക്ത ഭാരതം ഉണ്ടാകേണ്ടത് മതേതരത്വത്തിനും ഭരണഘടനയുടെ സംരക്ഷണത്തിനും ആവശ്യമാണ്. രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തിലെ ആളുകളെയും ഭയപ്പെടുകയും ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നതും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 57 ദിവസത്തിലധികം ഒരു പത്രത്തിന്റെ പേരിൽ, അതിന്റെ പ്രശ്നങ്ങളുടെ പേരിൽ ശ്രീമതി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തിട്ടും ഒരു കേസെടുക്കാൻ കഴിയാത്ത അത്ര സത്യസന്ധതയുള്ള 2 നേതാക്കന്മാരാണ് ശ്രീമതി സോണിയാഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും. അവരുടെ മനഃശക്തിയെയും അവരുടെ ചിരിക്കാൻ ആർക്കാ പറ്റാത്തത്? അവരെ എത്രമാത്രമാണ് ക്ലേശിപ്പിച്ചത്? എന്നിട്ട് എന്ത് നേടി? അതിന്റെ സത്യങ്ങളൊക്കെ വരട്ടെ ശ്രീമതി ലാലി വിൻസെന്റ്. എന്റെ ചോദ്യം ഈ വിഷയത്തിൽ ഇങ്ങനെ ഞാൻ വസന്ത് വരാം, ഞാൻ തീർച്ചയായിട്ടും വരും. BJP-യുടെ ഭരണത്തിന്റെ അഴിമതികളെ കുറിച്ചുള്ള ചർച്ച അല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. രാഹുൽ ഇപ്പൊ ഈ നിമിഷം പോലും നേട്ടങ്ങളുടെ കണക്കെടുത്താൽ എനിക്ക് തോന്നുന്നു ശ്രീ ജയസൂര്യന് ഒരു വലിയ പട്ടിക തന്നെ പറയാനുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി പഴയ പോലെ 2013 ആ സഹസ്ര കോടികളുടെ, നമ്മൾ ഈ 0.8 പോകുന്ന ആ വലിയ അഴിമതി കുംഭകോണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണോ ഈ യാത്ര എന്ന ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. എന്തായാലും ഒരു നിമിഷം ശ്രീമതി ലാലി വിൻസെന്റ് പുതു തലമുറയ്ക്ക് കൂടി ഒന്ന് അവസരം കൊടുക്കുകയാണ്. വസന്ത് പറഞ്ഞോളൂ, പെട്ടെന്ന് പോയിന്റ്. അല്ല, എനിക്ക് ഒരു 2 മിനിറ്റ് സമയം ശ്രീ ശ്യാം തരണം. 2-3 പോയിന്റുകൾക്ക് ഉത്തരം പറഞ്ഞു. ഒന്ന്, ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞത്
BJP പോലും ആഗ്രഹിക്കുന്നു പ്രതിപക്ഷ നിര ശക്തമാകണമെന്ന്. അങ്ങനെ പ്രതിപക്ഷ നിരയെ കൂടി ഉൾക്കൊള്ളാൻ മനസ്സുള്ള കക്ഷിയാണ് BJP എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല. 2, ശ്രീ ജയസൂര്യൻ പറഞ്ഞു ഇവിടെ ഇതിനപ്പുറത്തേക്ക് വാളയാറിനപ്പുറത്തേക്ക് CPM കോൺഗ്രസിന്റെ കൈ പിടിക്കുന്നു. പക്ഷെ കേരളത്തിലെ CPMന്റെ ഘടകമുണ്ടല്ലോ, നിങ്ങൾ RSSന്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നവരാണ്. മോഹൻ ഭാഗവത് അങ്ങ് ബംഗാളിലോ ത്രിപുരയിലോ അല്ല പോയി കൊടി ഉയർത്തിയത്. ആ കൊടി ഉയർത്തിയത് കേരളത്തിലാണ്. ദേശീയ പതാകയാണ് ഉയർത്തിയത്. ദേശീയ പതാകയാണ് ഉയർത്തിയത്. അത് വെറും കൊടി എന്ന് പറയല്ലേ. ദേശീയ പതാക എന്റെയും അങ്ങയുടെയും ഒക്കെ ദേശീയ പതാകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാല ഡോക്ടർ മോഹൻ ഭാഗവത് ഇവിടെ ഉയർത്തി. അതിനെന്താ തെറ്റ്? പോയിന്റ് പൂർത്തിയാക്കാം. അത്രമാത്രം RSSനെ എതിർക്കുന്ന പിണറായി വിജയൻ ഇതാ ചുവപ്പൻ പരവതാനി വിരിച്ചു കൊടുത്തു. അന്ന് അവിടുത്തെ ജില്ലാ കളക്ടർ പറഞ്ഞു ഞാൻ ഇതിനെ എതിർക്കുന്നു. അപ്പൊ അവിടുത്തെ CPMന്റെ നേതാക്കൾ, CPMന്റെ MLA മാർ, ഈ CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞു ഇല്ല, കളക്ടറോട് മാറി നിൽക്കൂ, അദ്ദേഹം ഉയർത്തട്ടെ എന്ന് പറഞ്ഞ് ചുവപ്പൻ പരവതാനി വിരിച്ചു കൊടുത്ത CPM. RSSനെ ഇവിടെ ആരും നിരോധിച്ചിട്ടൊന്നുമില്ല. ശ്രീ വസന്ത്, എന്റെ കയ്യിലിരിക്കുന്ന രേഖ കണ്ടോ? അങ്ങ് ദയവായി നോക്കണം. ഇതില് മൻമോഹൻ സിംഗ് ഭരണകാലത്ത് ഒരു യോഗത്തിൽ വെച്ച് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ടിമോത്തി റൂമറോട് രാഹുൽ പറഞ്ഞൊരു വാക്കുണ്ട്, ലഷ്കർ ഭീകരതയൊന്നും വലിയ പ്രശ്നമല്ല, അതിനെക്കാട്ടും വലിയ ഭീകരതയാണ് ഇവിടെ ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറഞ്ഞു. ഇതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ മുംബൈ കമ്മീഷണറായിരുന്ന രാകേഷ് മരി എഴുതിയ പുസ്തകത്തിൽ ഇതിൽ വ്യക്തമായി തന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ ലഷ്കർ പദ്ധതിയൊക്കെ കൃത്യമായി എണ്ണമിട്ട യന്ത്രം പോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല രാഹുൽ. അതൊരു പ്രശ്നമല്ല. അത്തരത്തിലുള്ള ചില ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായി പറയുന്നത്? ഈ രീതിയിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ ശ്രീ വസന്ത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം RSS ഇന്ന് 10-19 സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മാതൃസംഘടനയാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവരൊക്കെ RSSകാരാണ്. നമ്മൾ ഒരാളോട് വെറുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കാൻ പാടുണ്ടോ? ആ ശക്തി ഇവിടെ തന്നെയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഇത്രയും ഗുണങ്ങൾ അങ്ങ് പറയുന്നു, പക്ഷെ രാഹുലിന് ജനത്തിന് വേണ്ട. അത് നമ്മൾ ഇപ്പൊ നേരത്തെ ശ്രീമതി ലാലി വിൻസെന്റ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ട്? അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അങ്ങ് ഏതായാലും കേരളത്തില് മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് ഒരുപാട് കാലമായ ആളാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകരിലൊരാളാണ്. അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ, കോൺഗ്രസ് തകർന്നു പോയിട്ടില്ലേ? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി ഞങ്ങളുടെ നേതാവ് തകർന്നു പോയിട്ടില്ലേ? അന്ന് അവർ തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ബീഹാറിൽ ഈ ബ്രാഹ്മണിക്കൽ സവർണ ബോധത്തോടു കൂടി ചുട്ട് ബ്രാഹ്മൺ എന്ന് പറഞ്ഞ് പൂവിലെടുത്ത് ഉയർത്തി കാണിച്ചത് ആരാണ്? നിങ്ങളുടെ നേതാവല്ലേ? അപ്പൊ അതല്ലേ ബ്രാഹ്മണിക്കൽ ഹൈജിമണി എന്നൊക്കെ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ക്രെഡിബിലിറ്റി എന്താണ്? ശ്രീ വസന്ത്, എന്താണ് ക്രെഡിബിലിറ്റി? ഈ രാഹുൽ പറയുന്ന ഓരോ കാര്യം, ഇപ്പൊ നേരത്തെ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞൊരു കാര്യം, രാഹുൽ നല്ലൊരു ശുദ്ധനായ മനുഷ്യനാണ്, പച്ചപ്പാവമാണ് എന്നൊക്കെ നമുക്ക് പറയാം, നല്ല കാഴ്ചപ്പാടുള്ള ആളാണെന്നൊക്കെ പറയാം. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു, പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച ശേഷം അദ്ദേഹം തിരിച്ച് സീറ്റിൽ വന്ന് അദ്ദേഹം കണ്ണിറുക്കി കാണിച്ചതൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. അതോടുകൂടി തീർന്നത്. എന്താണോ രാഹുൽ മുന്നോട്ട് വെക്കുന്നത് ആ കാഴ്ചപ്പാട് തന്നെ സംശയത്തിന്റെ ഭാഗമായില്ലേ? പെഗാസസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിൽ എന്ത് ന്യായീകരിക്കുകയാണ് എന്നായിക്കോട്ടെ. ഈ പ്രശ്നങ്ങളൊക്കെ വ്യക്തമായിട്ട് ഉന്നയിക്കാൻ രാഹുലിന് കഴിയുന്നുണ്ടോ ശ്രീ വസന്ത്? നിങ്ങളുടെ മന്ത്രിസഭയിൽ, അവരുടെ മന്ത്രിസഭയിൽ, BJPയുടെ മന്ത്രിസഭയിൽ സീറ്റ് പങ്കിടുന്ന നിതിൻ ഗഡ്കരിയുടെ വരെ ഫോൺ ചോർത്തുന്ന BJPക്ക് ഇങ്ങനെ പറയാന്നല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തില് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഇത് അഡ്രസ് ചെയ്യാൻ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ഇത് അഡ്രസ് ചെയ്തപ്പോ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഒക്കെ വലിയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉയർത്ത് പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ നാടൊട്ടുക്കും ഇങ്ങനെ ഓടി നടന്നല്ലോ. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു സുസ്ഥിര വികസനമാണ്, ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമാണ്. ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് വിലപിച്ച് കരയുന്ന ഒരു പ്രതിരോധ മന്ത്രിയെ ജനങ്ങൾക്ക് വേണ്ട. അത് ശക്തമായി അവിടെ പോയി നെഞ്ചുവിരിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഭരണാധികാരിയെ വേണം. അതിലെന്ത് തെറ്റാണ്? ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. രാഹുൽ വളരട്ടെ, രാഹുൽ ശക്തി കാണിക്കട്ടെ, രാഹുൽ ഒരു ഇച്ഛാശക്തിയായ ഭരണാധികാരിയെന്ന് ജനങ്ങളോട് കാണിക്കട്ടെ. അതിന് ഈ ഗിമ്മിക്ക് കാണിച്ചിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു നിമിഷം ശ്രീ ജയസൂര്യൻ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒറ്റ മിനിറ്റ്. ശ്രീ ജയസൂര്യൻ, ഒരു മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ യാത്ര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇതുവരെയുള്ള യാത്രയിലും ഇതുവരെയുള്ള പ്രയാണത്തിലും നിന്ന് കാണാൻ കഴിയുന്നത്,
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര കോൺഗ്രസിന്റെ ശവഘോഷയാത്രയായിട്ട് അവസാനിക്കും എന്നുള്ളതാണ്. യെസ്, പ്രതിപക്ഷത്ത് ഉള്ള പാർട്ടിയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള ലക്ഷ്യം കോൺഗ്രസിന്റെ അസ്തമനം എന്റെ കൈകൊണ്ട് തന്നെ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. ഓരോ ദിവസവും അതാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ യാത്ര ജോഡോ യാത്ര എന്ന് എന്ത് പേരിട്ടാലും അവസാനം ഇത് അന്ത്യയാത്രയായി പരിണമിക്കുന്നു എന്നാണ് ഓരോ ദിവസവും. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നടന്ന് അങ്ങ് കശ്മീരിൽ എത്തുമ്പോഴേക്കും പാർട്ടിയിൽ എത്ര പേർ ബാക്കിയുണ്ടാകും എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. ഇത് ചോദ്യം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥികളുണ്ട്, നിരീക്ഷകരുണ്ട്. കാരണം യാത്രയൊന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങും മുമ്പേ പാർട്ടി വിട്ടത് പ്രമുഖരായ നേതാക്കന്മാരാണ്. രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടാണ് അവർ പാർട്ടി വിട്ടത്. ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് ഛോഡോ യാത്രയായി മാറി. ഡോഡോ പക്ഷികളുടെ ഗതി പാർട്ടിക്ക് വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.